കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വന്ദനേനെയും ദിയമോളെയും മാധവനെയും ചന്ദ്രികയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തുവാണ്. ഇതേ സമയം തന്നെ സാഗറും രാഗിയും സ്റ്റേഷനിലെത്തുന്നുണ്ട്. സാഗറും രാഗിയും കൊടുത്ത പരാതിയുടെ പേരിലാണ് വന്ദനേനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം പോലീസ് പറയുന്നുണ്ട്, ഹേബിയസ് കോർപ്പസാ ഇവർ നിങ്ങൾക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കുട്ടിയെ നിങ്ങൾ അനധികൃതമായി കൈവശം വെച്ചു. അതെ, ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഈ സമയം രാഗി പറയുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചിനെ ഇവർ കൈക്കലാക്കി തെരുവിലേക്ക് വലിച്ചെറിയാനായിരുന്നു പ്ലാൻ. അങ്ങനെ ചെയ്യാൻ നോക്കി ഇവരെ ശിക്ഷിക്കണം. ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം സാർ. മാത്രമല്ല ദിയമോളെ ഞങ്ങളുടെ കൂടി വിടണം. ഇതേ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ്, ഞങ്ങളുടെ ചോര, ഞങ്ങൾക്ക് വേണം ഇവളെ. ഞങ്ങളിപ്പോൾ തന്നെ ദിയമോൾ ഇവിടുന്ന് കൊണ്ടുപോകുക. ഇതേ സമയം ദിയമോളാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ വിട്ട് ഒരിടത്തേക്കും വരില്ല എന്ന് പറഞ്ഞ് വന്ദനയെ ചേർത്ത് പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാഗി ദിയമോളെ ബലം പ്രയോഗിച്ച് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് പോകുവാണ്. വന്ദനയാണെങ്കിൽ രാഗിയുടെ പിന്നാലെ കരഞ്ഞെന്ന് പറയുന്നുണ്ട് ദിയമോളെ കൊണ്ടുപോകല്ലേ എന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവർ ദിയമോളുമായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. മാത്രമല്ല മാധവനെയും ചന്ദ്രികേനെയും സ്റ്റേഷനിൽ സെല്ലിലാക്കി അടച്ചിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ട് വന്ദന സെല്ലിന് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയം സുചിത്ര വിളിച്ച് അറിഞ്ഞിട്ട് പ്രകാശനും കാര്യങ്ങളൊക്കെ അറിയുവാണ്. പ്രകാശൻ സുചിത്രയോട് പറയണേ, ഇതേ ചെറിയ കേസൊന്നുമല്ല, കിഡ്നാപ്പിങ്ങാ. ഇതിനെങ്ങനെ നമ്മുടെ കുടുംബം തലയൂരുമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്